പാല എന്നുള്ളത് റിമിയുടെ ഏറ്റവും എന്താ പറയുക ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്. ഒരുപക്ഷെ പാലയെക്കുറിച്ച് റിമിയെ ടൂമിയെക്കുറിച്ചും കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരാൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ചെയ്യാൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ചേരാം. നോക്കി മണിസാറിന് ഈ കുട്ടി അറിയോ? റിമി ടോമി ഞങ്ങളുടെ അഭിമാനമല്ലേ, പാലായുടെ അഭിമാനമാണ് റിമി ടോമി. മണിസാറ് രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന കസർത്ത് മുഴുവൻ സ്റ്റേജിൽ കിടന്ന് ഈ റിമി ടോമി കളിക്കാറുണ്ട്. മാണിസാറിൻ്റെ രാഷ്ട്രീയത്തിലെ ചടുലമായ നീക്കങ്ങളാണ് എനിക്ക് സ്റ്റേജിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുന്നതെന്ന് റിമി ടോമി പറഞ്ഞു. മാണിസാറാണ് ഞങ്ങളുടെ എന്താ പറയുക ഏറ്റവും എനിക്ക് ഇന്ത്യയിൽ തന്നെ അറിയത്തില്ലായിരുന്നു, ലോകത്തിലെ തന്നെ രാഷ്ട്രീയക്കാരെ ആ സമയത്ത് എനിക്ക് അറിയത്തില്ല. ഞാൻ ലോകത്തിന്റെ തലസ്ഥാനം പാലയും ലോകത്തിന്റെ പ്രധാനമന്ത്രി കെ മാണി അങ്ങനെയുള്ള സമയമായിരുന്നു. സ്കൂളിൽ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കെ മാണി സാർ വരും. ഒരു കല്യാണ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു രാജാവ് വരുന്ന പോലെ മാണി സാർ വരും. അങ്ങനെ പാലായിനെ സംബന്ധിച്ച് പാലായിൽ എവിടെ തിരിഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മാണി സാറാണ്. ഞങ്ങൾ കൊച്ചിലോട്ട് കണ്ടു. മാണി സാറിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ മാണി സാർ ഒരു കാര്യം, മാണി സാർ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ മാണി സാർ പറഞ്ഞു, ബ്രിട്ടാസേ ഇതൊക്കെ പറഞ്ഞാൽ ഈ പാലക്കാരി പെണ്ണുങ്ങളുണ്ടല്ലോ വെള്ളവത്തികളാ, അവർ മുഖത്ത് നോക്കി നമ്മളെ കളിപ്പിച്ച് കളയും. ഒരു ഭാഗപ്പറച്ചില്ലാതെ കള്ളം പറഞ്ഞ കളയുന്ന പറയും. പുള്ളി രഹസ്യമായിട്ടാ പറഞ്ഞേ. എന്താ അങ്ങനെ പറയില്ലേ? ഇതുവരെ ഞാൻ ഇവിടെ ഒരു കള്ളം പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാണിസാർ പറയാം നല്ല കഴിവുള്ള സാമർത്ഥ്യക്കാരാണ്. സാമർത്ഥ്യം വേണമല്ലോ, സാമർത്ഥ്യം ഇത്തിരി അങ്ങനെ തന്നെ വിചാരിച്ചോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം. കള്ളം പറയൊന്നുമില്ല അല്ലേ? കള്ളം ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടി ചില കള്ളങ്ങൾ പറയേണ്ട അവസരം വന്നാൽ ചിലപ്പോൾ പറഞ്ഞു പോവില്ലേ നമ്മള്. വൈറ്റ് ലൈസ്. എന്താ? വെള്ള നുണ. വെള്ള നുണ. പക്ഷെ മാണി സാറിന് റിമിയെ വലിയ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ കോഴ കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ജഗദീഷ് ചേട്ടൻ ഞാനും കൂടെ ഇരിക്കുകയായിരുന്നു. ഒരു സ്കിറ്റ് കാണുകയാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, സത്യം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മാണിസാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ജഗദീഷയുടെ ചാടിക്കാർ പറഞ്ഞു, കണ്ടോ റിമിക്ക് പിടിച്ചില്ല, പാലക്കാരെ പറഞ്ഞപ്പോൾ റിമിക്ക് പിടിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആരുടെയും ഭാഗം പറഞ്ഞതല്ല, ഇല്ലാണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. ആരെയും കുറ്റം ആരോപിക്കാൻ നമ്മൾ ആരും യോഗ്യതയുമല്ല. മാണി സാർ നമുക്ക് കിട്ടുമോ നോക്കിയാലോ? അതെയോ? ഹലോ സിബി, ഇത് JB ജംഗ്ഷന്റെ സെറ്റിൽ നിന്നാണ്. ജോൺ ബ്രിട്ടാസാ. നമുക്കൊന്ന് മാണി സാറിന് ഒരു സെക്കൻഡ് കിട്ടാൻ പറ്റുമോ? നമ്മുടെ റിമി ടോമി ഇവിടെയുണ്ട്, പാലയുടെ അഭിമാനം. നമസ്കാരം. ഇത് റിമി ടോമിയാണ്, റിമി ടോമി. സാറേ അയ്യോ സുഖമായിട്ടിരിക്കും സാറേ. സാർ എവിടെയാ? തിരുവനന്തപുരത്താണോ? സാറിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. രാഷ്ട്രീയ ജീവിതമാണ് എനിക്കറിയാം. ഓരോരോ തല പുകയ്ക്കുന്ന ചൂടുള്ള സമയത്ത് നമുക്ക് വേണ്ടി ഒരു ഫോൺ കോളിന് വേണ്ടി വന്നല്ലോ. അപ്പൊ എല്ലാ പ്രോബ്ലംസും സോൾവ് ആകാനും നമ്മുടെ എല്ലാം പ്രാർത്ഥനയുണ്ട് കേട്ടോ. മാണി സാറേ, എന്താ ഞാനിപ്പോ ഈ റിമി കൊച്ചിനോട് ചോദിക്കേണ്ടത് എന്താണ്? ഒരു ചോദ്യം പറഞ്ഞാട്ടോ എനിക്ക്. അല്ല റിമിയോട് ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാരണം പ്രത്യേകിച്ച് റിമി എനിക്ക് നേരത്തെ ചെറുപ്പം തൊട്ടറിയാവുന്ന കുട്ടിയല്ലേ, എന്റെ നാട്ടുകാരിയല്ലേ, എന്റെ അയൽവക്കത്തുള്ള കുട്ടിയല്ലേ റിമി ടോമി. അപ്പൊ റിമി ടോമി ഇങ്ങനെ ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നടക്കുമ്പോ ഇനി വേണമെങ്കിൽ റിമി ടോമിനെ ഞങ്ങൾ വേണമെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിൽ. മാണി സാറേ, എനിക്കറിയാം വലിയ തിരക്കാണെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ പിന്നീട് വിളിച്ചോളാം. എന്തായാലും താങ്ക് യു സാർ. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ പ്രചരണത്തിന്. അല്ല മാണി സാർ പറഞ്ഞെന്താ അറിയോ? അതായത് വേണമെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാകാനുള്ള വൈഭവം ഉണ്ടെന്നാ പറഞ്ഞേ. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട്, കൈകൊട്ടി പാടാം, വരവേറ്റിടാം, വരവേറ്റിടാം. ആഭ്യന്തര മന്ത്രിയാണോ, ആഡംബരം ഒത്തിരി വേണം, ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം. അങ്ങനെ ഒന്നും ഒരാഗ്രഹവും ഇല്ല. ഒന്ന് ട്രൈ നോക്കാം. ഇല്ല അതൊക്കെ നോക്കട്ടെ. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. 50 വയസ്സെന്ന് പറയുമ്പോൾ ഇനി അധികം ആവാനില്ല. അതാണ് അധിക സമയം ആയിട്ടില്ല. ഇനി വേണം അടുത്ത വർഷം നമുക്ക് 50 ആഘോഷിക്കാം. മതിയോ? സന്തോഷമായോ?